നമസ്കാരം. 142 മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ മാത്യു. ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഞാൻ ഇതുവരെ ചെയ്തതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ്. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും, അതായത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ മാറി മാലോം എന്ന് പറയുന്ന കുടിയേറ്റ മേഖലയിൽ, അതായത് ആദ്യകാല കുടിയേറ്റ മേഖലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് മാലോം, ചിറ്റാരിക്കാല്, വെള്ളരിക്കുണ്ട്. ഇവയിൽ മാലോം ടൗണിൽ നിന്നും 2.5 കിലോമീറ്റർ മാറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ 30 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത്. പല പ്രോപ്പർട്ടികളുടെയും വീഡിയോ ചെയ്യുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ വീഡിയോകൾ ചെയ്യുന്നത്. കാരണം ഞാനും ഒരു കൃഷിയെ സ്നേഹിക്കുന്നയാളാണ്. ഈ കൃഷിഭൂമി അതിമനോഹരമാക്കി തീർത്തിരിക്കുന്ന ഇതിൻ്റെ ഉടമസ്ഥർക്ക് വലിയ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ വേണം ഈ വീഡിയോ തുടങ്ങുവാൻ. കാരണം ഈ പ്രോപ്പർട്ടിയിൽ ഇല്ലാത്തതായി യാതൊന്നും തന്നെ ഇല്ല. അതായത് എല്ലാ കൃഷിയും വളരെ മനോഹരമായി പ്ലാന്റ് ചെയ്തിരിക്കുന്നു. സാധാരണ കാസർഗോഡ് ജില്ലയിലുള്ള സ്ഥലത്തിൻ്റെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുന്നും മലകളും നിറഞ്ഞതാണ് കാസർഗോഡ്. ലെവൽ പ്രോപ്പർട്ടികളുണ്ട്, പക്ഷേ അതിൻ്റേതായ വില നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ ഏകദേശം 70% നിരപ്പായ ഭൂമിയാണ്. അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ വശങ്ങളിൽ കൂടെയും ടാറിംഗ് റോഡ് ഉൾപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങളിലേക്ക് വരാം. 7 ഏക്കറോളം റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ഈ റംബൂട്ടാൻ കായ്ക്കുവാൻ തുടങ്ങിയത്.
നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. വളരെ മനോഹരമായ ഒരു രീതിയിലാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത്. റംബൂട്ടാൻ ചുറ്റും ഫെൻസിംഗ് ഒക്കെ ഇട്ട് സുരക്ഷിതമാക്കിയ രീതിയിലാണ് റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാം പ്രിയപ്പെട്ട അൽഫോൻസ മാവാണ് ഇവിടുത്തെ അടുത്ത പ്രധാന കൃഷി. ഏകദേശം 500ഓളം അൽഫോൻസ മാവുകൾ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃഷി ചെയ്തിരിക്കുന്നു. അതും ഒരു ഏരിയ തിരിച്ച് മാറ്റി കൃഷി ചെയ്തിരിക്കുകയാണ്. റംബൂട്ടാൻ പോലെ തന്നെ ഏകദേശം അതും ഒരു 5-6 ഏക്കറോളം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്തതായി 1000-നടുത്ത് തെങ്ങുകളാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത്. ഏകദേശം 500ഓളം തെങ്ങുകൾ കരിക്ക് ആവശ്യത്തിന് വേണ്ടി നട്ടിരിക്കുന്നതാണ്. അത് കായ്ക്കുവാൻ തുടങ്ങി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 2000-നടുത്ത് കവുങ്ങുകളും ചെറുതും വലുതുമായ 2000-നടുത്ത് കവുങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിലെ സാധനങ്ങൾ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു വലിയ ഗോഡൗൺ ആണ്. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം നമ്മുടെ അടയ്ക്ക, തേങ്ങ, അതുപോലെ മറ്റ് ഫലങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ വീടും ഈ പ്രോപ്പർട്ടിയിലുണ്ട്. അവിടെ ഇപ്പോൾ നിലവിൽ ഈ സ്ഥലം നോക്കി നടത്തുന്ന സൂപ്പർവൈസർ താമസിക്കുകയാണ്. റബ്ബർ ഷീറ്റ് അടിക്കുവാനുള്ള മെഷീൻ പുര, പോപ്പുര ഒക്കെ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്തിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, അനാറ്, പേര, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇനത്തിൽപ്പെട്ട ഫ്രൂട്ട്സുകളും ഈ പ്രോപ്പർട്ടിയിൽ വളരെ മനോഹരമായി പ്ലാന്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വരുമാനത്തിലേക്ക് വരാം. 1500ഓളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഇപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ടാപ്പിംഗ് തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് കാണാം, നല്ല ഈൽഡ് കിട്ടുന്ന റബ്ബർ മരങ്ങളാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അവക്കോഡ മരങ്ങൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതും നല്ല രീതിയിൽ തന്നെയാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഈ വർഷം തന്നെ ഈ മരങ്ങളെല്ലാം കായ്ഫലം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല ഇനത്തിൽപ്പെട്ട കൊക്കോ, ജാതി, അതുപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എയർലിയിൽപ്പെട്ട പ്ലാവുകൾ എല്ലാം നല്ല രീതിയിൽ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും. ഒരു പ്രോപ്പർട്ടിയുടെ പ്രധാന ആകർഷണ ഘടകം അവിടുത്തെ വഴിയും വെള്ളവുമാണ്. ഇവിടെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു കുളം, ബോർവെൽ എന്നിവയാണ് ഇവിടുത്തെ ജലത്തിൻ്റെ ലഭ്യതയ്ക്കായി ഉള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇതുവരെ ചെയ്തതിലും വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 70% നിരപ്പും നല്ല റോഡ് സൗകര്യവും റെയിൽവേ സ്റ്റേഷനിലേക്ക് 40 കിലോമീറ്റർ ദൂരവുമുള്ള ഈ പ്രോപ്പർട്ടിയിൽ എല്ലാവിധ ഫാമുകളും ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഏരിയയാണ്. വളരെ ശാന്തവും സുന്ദരവുമായ ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായി പ്രവാസികളായ ആൾക്കാർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായി എല്ലാ കൃഷിയെ സ്നേഹിക്കുന്ന, ഭൂമിയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ നല്ല ഉത്തമമായ ഒരു ഭൂമിയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. പിന്നെ ഈ ഭൂമിയിലെ വരുമാനം, ഒരു വർഷം എത്ര വരുമാനം കിട്ടുമെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. കൃഷിഭൂമിയുടെ വരുമാനം ഒരിക്കലും പറയുക സാധ്യമല്ല. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിൻ്റെ വില എപ്പോഴും ഏറിയും കുറഞ്ഞുമിരിക്കും. മാത്രമല്ല, ഈ പ്രോപ്പർട്ടിയിൽ എല്ലാ ആദായവുമായി വരുന്നതേ ഉള്ളൂ. അടുത്ത വർഷം കൊണ്ട് നല്ല ഒരു വരുമാനത്തിലേക്ക് എത്തിപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് റംബൂട്ടാൻ, അൽഫോൻസ മാവ്, അതുപോലെ തന്നെ അവക്കോഡ, കുരുമുളക് എല്ലാം ഇപ്പോൾ
ഫലം തരാനായി വരുന്നതേ ഉള്ളൂ. റംബൂട്ടാൻ കായ്ച്ചു, മാവുകളും കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക്, കവുങ്ങ് ഒക്കെ, ചെറിയ തെങ്ങുകൾ ഒക്കെ നല്ല രീതിയിലേക്ക് ഫലം കിട്ടാൻ നമ്മൾ അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റായി ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഭൂമിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്കും വളരെ നല്ല ഒരു പ്രോപ്പർട്ടിയാണിത്. എല്ലാ ഫാമുകൾക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ്. ഏതിനം ഫാമും നടത്താൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഫാം ടൂറിസം, അതുപോലെ ആയുർവേദ റിസോർട്ടുകൾ, ഹോം സ്റ്റേ എന്നിവയ്ക്ക് വളരെ ഉത്തമമായ ഒരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക ഏക്കറിന് 20 ലക്ഷം രൂപയാണ്. ഈ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതല്ല, ചെറിയ എന്തെങ്കിലും കുറവ് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവുള്ളൂ. തെക്ക് നിന്നും വരുന്നവർക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇറങ്ങേണ്ടത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് 49 കിലോമീറ്റർ ദൂരമുണ്ട്. കാസർഗോഡ് മംഗലാപുരം ഭാഗത്തു നിന്നുള്ളവർക്ക് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് 43 കിലോമീറ്ററും ദൂരമുണ്ട്. ഈ പ്രോപ്പർട്ടി കാണാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.